മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. എന്തായാലും വീക്കിലി ടാസ്കായി നടന്ന BB ഹോട്ടൽ എന്ന ടാസ്ക് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ടാസ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ ലഭിച്ചവർക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ക്യാപ്റ്റൻസി മത്സരത്തിലേക്കോ അല്ലെങ്കിൽ പണിപ്പുരയിലേക്ക് ലക്ഷറി ഐറ്റങ്ങൾ എടുക്കുന്നതിനോ വേണ്ടി ഡയറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യപ്പെടും. അങ്ങനെ എന്തായാലും ഏറ്റവും കൂടുതൽ കോയിനുകൾ ലഭിച്ചിരിക്കുന്നത് ഷാനവാസിനും ജിസേലിനുമാണ്. രണ്ടുപേർക്കും 4 സ്റ്റാറുകൾ വീതമാണ് ലഭിച്ചിരിക്കുന്നത്. രണ്ടുപേർക്കും ഒരേ സ്റ്റാറുകൾ ആയതുകൊണ്ട് തന്നെ വീട്ടിലുള്ള മറ്റെല്ലാവരോടും കൂടി ചേർന്ന് ഇവരിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പറയുന്നു. രാവിലത്തെ റിയാസിനെതിരെയുള്ള ഷാനവാസിന്റെ പ്രകടനവും നെവീനെതിരെ ആ ഒരു സ്റ്റേറ്റ്മെന്റും പറഞ്ഞതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പേരും നമ്മുടെ ജിസേലിന്റെ പേരാണ് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ വോട്ടെടുക്കുന്ന സമയത്ത് ഷാനവാസിന് സപ്പോർട്ട് ചെയ്യുന്നത് ജിഷിനും അനീഷും അനുമോളും മാത്രമാണ്. വോട്ടെടുക്കുന്ന സമയത്ത് ഒനീലും അഭിലാഷും ഒക്കെ ജിസേലിന്റെ പേര് പറയുമ്പോഴും നമ്മുടെ അനുമോള് ഒനീലിനോടും അഭിലാഷിനോടും പറയുന്നു, ഒനീൽ അഭിലാഷ് തിങ്ക്, ജിസേലിന്റെ പേര് പറയുമ്പോൾ തിങ്ക് ചെയ്ത് തന്നെ പറയണമെന്ന് പറയുന്നു. എങ്കിലും അവർ ഷാനവാസിനോടുള്ള ദേഷ്യം കൊണ്ട് ജിസേലിന്റെ പേര് തന്നെയാണ് പറയുന്നത്. അനുമോളിന്റെ സൈഡിൽ നിന്നും അങ്ങനെ ഒരു ആക്ട് വന്നപ്പോൾ, അതായത് അനുമോള് ഷാനവാസിനെയാണ് സപ്പോർട്ട് ചെയ്തത്, കൂടാതെ ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ കൂടി ഷാനവാസിന് വേണ്ടി സപ്പോർട്ട് ചെയ്യിക്കാൻ വേണ്ടി അനുമോള് ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ റിയാസ് ഇപ്പോൾ അനുമോളെ ഇട്ട് കൊടയുകയാണ്. റിയാസ് അനുമോളോട് ചോദിക്കുന്നത് ഈ ടാസ്കിൻ്റെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിൽ 2 പേരിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അനുമോള് ഷാനവാസിനെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഷാനവാസ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ കാണിച്ച കാര്യങ്ങളും നെവീനെതിരെ അങ്ങനെ ഒരു ആരോപണം കൊണ്ടുവന്നതും എൻ്റെ നേരെ അബ്യൂസ്ഡ് ലാംഗ്വേജ് യൂസ് ചെയ്തതുമെല്ലാം അനുമോൾക്ക് ഓക്കെ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അനുമോൾ പറയുന്നത്, ഞാൻ അതിൻ്റെ ബേസിസിലൊന്നുമല്ല ഷാനവാസിൻ്റെ പേര് പറഞ്ഞത്, സ്റ്റാർ ഉള്ളവരിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു, എനിക്ക് ഷാനവാസിൻ്റെ പേര് പറയാനാണ് തോന്നിയത്, അതുകൊണ്ട് ഞാൻ ഷാനവാസിൻ്റെ പേര് പറഞ്ഞു. ഞാൻ മാത്രമല്ലല്ലോ ഷാനവാസിൻ്റെ പേര് പറഞ്ഞത്, ജിഷിനും അനീഷും പറഞ്ഞു, പിന്നെ എന്തുകൊണ്ടാണ് അവരോട് ചോദിക്കാതെ എന്നെ മാത്രം നിങ്ങളെല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് എന്ന്. നമ്മുടെ ആദിലയും ആ കാര്യത്തിൽ അനുമോളോട് ദേഷ്യപ്പെടുന്നു, എന്തിനാണ് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ച്. അപ്പോഴും എന്തായാലും അനുമോള് ഉറച്ചു നിൽക്കുകയാണ്, ഷാനവാസിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. റിയാസ് അനുമോളോട് പറയുന്നത്, ടാസ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ ടാസ്ക് ആണ് നോക്കേണ്ടത്, അല്ലാതെ പേഴ്സണൽ ഗ്രഡ്ജ് അല്ല. ആ സ്ഥാനത്ത് ഷാനവാസിൻ്റെ ഓപ്പോസിറ്റ് ജിസേൽ ആയതുകൊണ്ട് മാത്രമാണ് അനുമോള് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തത്. അല്ലെങ്കിൽ ഇത്തരമൊരു പ്രശ്നമുള്ള സമയത്ത് അനുമോൾ ഒരിക്കലും ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യില്ല എന്നാണ് റിയാസ് പറയുന്നത്. പിന്നെ ജിഷിൻ ഈ തവണ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തത് കുറച്ച് മുമ്പ് വീട്ടുകാരെല്ലാവരും കൂടി ജിഷിൻ ന്യൂട്രലാണ്, ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ധൈര്യത്തിൽ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ജിഷിൻ ഈ തവണ ധൈര്യപൂർവ്വം ഞാൻ ഷാനവാസിനാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞ് വന്നു. അനീഷ് പിന്നെ ഈ ഒരു പ്രശ്നം തുടങ്ങിയപ്പോൾ മുതൽ ഷാനവാസിൻ്റെ ഒറ്റ സുഹൃത്താണ്, ഷാനവാസിൻ്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നതെന്ന് അനീഷ് പറഞ്ഞിരുന്നു. അങ്ങനെ ഷാനവാസിന് സപ്പോർട്ടായി വന്ന അനുമോളെ തേച്ചൊട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ റിയാസ്. ഇപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.